എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് 4 മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റിൽ നിന്ന് 4 പേപ്പേഴ്സ് കിട്ടും. ഇതുപോലെ നമ്മൾ ഒരു 10 A4 ഷീറ്റെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ബിസ്ക്കറ്റിൻ്റെ കവറോ അല്ലെങ്കിൽ ചായപ്പൊടിയുടെ പെട്ടി, ഇതിപ്പോൾ കേക്ക് ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ അളവിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പിങ്ക് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഈ 2 പീസ് കട്ട് ചെയ്തത് നല്ല ലെവലിൽ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പിങ്ക് പേപ്പറിൽ ഇതൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ 2 കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതിന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾ പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഹോൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പം 3 സെറ്റ് ഹോൾസാണ് ഉണ്ടാക്കുന്നത്. 3 ഹോൾസ് വരുന്ന 3 സെറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേണമെങ്കിൽ ഒരൊറ്റ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പേപ്പേഴ്സ് നേരത്തെ റെഡിയാക്കി വെച്ച പേപ്പേഴ്സിനും കൂടെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കുക. ഇനി ഇത് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ബൈൻഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പം വീട്ടിൽ തന്നെ ഉള്ള സംഭവം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു മാസ്കാണ് എടുക്കുന്നത്. മാസ്കിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ഒരു നോസിൻ്റെ ഭാഗത്ത് ഒരു കമ്പി വരും. ആ ഒരു കമ്പിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 3 മാസ്കിൻ്റെ അകത്തുനിന്ന് 3 കമ്പി എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു സ്പ്രിങ്ങിൻ്റെ ഫോമിൽ കിട്ടും.
മൂന്നും അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബുക്കൊന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹോൾസിൽ കൂടെ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്പ്രിങ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോയിക്കോളും. ഒരു സ്പ്രിങ് ഒരു സെറ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് 2 എൻഡ് വരില്ലേ, ആ 2 എൻഡും ഈ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് ഇളകി വരാതിരിക്കാനാണ്. ഇളകി വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ 3 ഹോൾസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബുക്ക് നല്ല സെക്യൂർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ സ്പൈറൽ ബൈൻഡിങ് ബുക്കായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗേൾ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗേളിൻ്റെ പിക്ചർ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗേളിൻ്റെ കയ്യിൽ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ മൊത്തം ഫ്ലവർ ഡിസൈൻസ് ആണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ റെഡും പിങ്കും ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് 2 ലീവ്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഉള്ളിലത്തെ ആ ഒരു ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ